എന്ത് തോന്നി ഈ നിമിഷം? ആദ്യമായിട്ടല്ലേ ഇവരെല്ലാരും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യ സെലിബ്രേഷൻ. ബിഗ് ബോസിൽ ഇറങ്ങിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് നമ്മളെല്ലാവരുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ, ഫസ്റ്റ് ഗെറ്റ് ടുഗദറാണിത് എല്ലാവരുമായിട്ടുള്ളത്. പിന്നെ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ ഇതായിരിക്കും. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് ഇത്രയും നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഇത്രയും ആക്കിയത്. കുറേ ആൾക്കാരുടെ പ്രയത്നമാണ് ഇത്ര ആക്കിയത്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈഫിൽ കുറേ ആൾക്കാരെ കിട്ടിയ പോലൊരു ഫീല്. കപ്പടിച്ച് ജിൻഡപ്പനെ വിളിച്ചായിരുന്നു. ജിൻഡപ്പനെ വിളിച്ചു. പിന്നെ ജിൻഡപ്പനെ വിളിക്കാൻ കഴിഞ്ഞു. എന്നാൽ രാത്രി 12 മണിക്ക് ജിൻഡപ്പൻ എന്നെ വിളിച്ച് അപ്സരയെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്തു. എല്ലാവരും, ജാൻമണി ചേച്ചി, ജിൻഡപ്പൻ എല്ലാവരും എന്നെ രാത്രി വിളിച്ചു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റസ്മിൻ, ജാസ്മിൻ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ ചേട്ടൻ എല്ലാവർക്കും അറിയാം കൊച്ചിയിലൊന്നൊരു മൂവീൻ്റെ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് ജിൻഡോ ചേട്ടൻ എത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് വരുവായിരുന്നു. യുദ്ധം നിങ്ങൾ സോഷ്യൽ മീഡിയയിലല്ലേ, ഞങ്ങള് പേഴ്സണലി എല്ലാവരും ഭയങ്കര ഈ നിമിഷം ചേച്ചിക്ക് പ്രേക്ഷകരുടെ എന്താണ് പറയാനുള്ളത്? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പല കാര്യങ്ങളിൽ ചർച്ചകളും വരുന്നുണ്ട്. ഈ നിമിഷം ചേച്ചിക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ പറഞ്ഞ പോലെ 100 ദിവസം നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പോയി, എല്ലാവരെയും പോലെ തന്നെ ആഗ്രഹിച്ചു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ എത്തി 77 ദിവസം തിരിച്ചു വന്നു. അപ്പോൾ എനിക്കറിയില്ല, എന്തായാലും വോട്ട് കുറവുകൊണ്ടായിരിക്കുമല്ലോ. അപ്പം പുറത്ത് എന്താണ് നമ്മളെപ്പറ്റി സംസാരിക്കുന്നത്, എന്താണ് ആൾക്കാരുടെ കാഴ്ചപ്പാടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഒരുപാട് പബ്ലിക്കിൻ്റെ ഇടയിൽ ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നത്. ഇന്നാണ് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ഇതിൽ 1-2 യൂട്യൂബ് ചാനലിലൊക്കെ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് അവർക്കത് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ അമ്മമാരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് മോളെ. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ്, ഒരു വില്ലത്തി ഇമേജ് ആയിരുന്നു എനിക്ക്. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന പോലെ ചെയ്യുന്ന ക്യാരക്ടേഴ്സും നെഗറ്റീവ് ആയതുകൊണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സൈബർ ബുള്ളിങ് കിട്ടിയതുകൊണ്ടും ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ എന്താണെന്ന് എനിക്ക് ജനങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ ബിഗ് ബോസ് കണ്ടത്. സോ അവിടെ പോയിട്ട് ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഇമേജ് എനിക്ക് മാറ്റാൻ പറ്റി. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ വീട്ടിലെ കുട്ടിയെ പോലെ വന്ന് സ്നേഹിക്കും. അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകൾ കളയോ, നേരിട്ട് ഒരാളെ നമ്മളടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ അതാണ് വാല്യൂ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റാണ്ട് ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് ഒരു കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വാല്യൂ കൊടുക്കാറേ ഇല്ല. എന്നെ നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ മുഖം തിരിച്ചു പോയാൽ എനിക്കത് ഭയങ്കര വിഷമം. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടി ഒന്ന് ഹഗ് ചെയ്ത് ഞാൻ ഇന്ന് കുറേ അമ്മമാർ ഓടി നിന്ന് കെട്ടി ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര പ്രൗഡ് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു? പുതിയ പ്രോജക്റ്റ് ഒന്നും, സീരിയൽസ് 1-2 വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം സീരിയൽസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു, എനിക്ക് ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പം സീരിയൽസ്, ഒരു സീരിയൽ കഴിഞ്ഞ ഉടനെ അടുത്ത സീരിയൽ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടേഴ്സ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമുണ്ട്. ഇപ്പം ബിഗ് ബോസ് കാരണം അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും, ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഫിനാൻഷ്യലി ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളില്ല. അതൊക്കെ എനിക്കൊന്ന് കവറപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ആൾക്കാരുടെ ഇടയിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. എൻ്റെ ടാലന്റുകൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യാനൊരു ടൈമുണ്ട് എനിക്ക്. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ല പ്രൊജക്റ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഭാഗമാണെന്നൊരു ആഗ്രഹം. പിന്നെ ഇപ്പൊ സിനിമയുടെ കാര്യമല്ല, അർജുന് പുതിയൊരു സിനിമയിൽ ചാൻസ് കിട്ടുന്നു. അപ്പൊ ആ നിമിഷം ചേച്ചി വിളിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്? ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് ഫിനാലയിൽ വെച്ചിട്ടല്ലേ അനൗൺസ് ചെയ്യുന്നേ. ആക്ച്വലി ഞങ്ങളെ ഇപ്പം അർജുനാണേലും ശ്രീരേഖ ചേച്ചി ആണേലും ഞാനാണേലും കുറെ ആൾക്കാർ സിനിമ എന്ന സ്വപ്നമായിട്ട് അവിടെ വന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അർജുൻ അത് കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ബ്ലെസ്ഡ് അല്ലേ, ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ യുദ്ധം എപ്പോഴും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മുടെ യുദ്ധങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ വ്യക്തിപരമായിട്ട് എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും സൗഹൃദം. ഇപ്പൊ അർജുന് സുഖമില്ലാത്തവരാണ് അർജുൻ വരാത്തത്. എന്നെ വീഡിയോ കോൾ വിളിച്ചു, നിങ്ങൾ കണ്ടിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു. ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് ഇനിയും പോകെ മനസ്സിലാവും സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ. അപ്പം എന്താ പറയാ, അവർ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്ന് അവർ പിന്നെ അത് മനസ്സിലാക്കും. നമ്മളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.